യുവേഫ ചാമ്പ്യൻസ് ലീഗ് സീസണിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നിനാണ് കഴിഞ്ഞ രാത്രി ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത്. ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിന്റെ ആദ്യപാദത്തിൽ ബാഴ്സലോണയും ഇന്റർ മിലാനും ആവേശകരമായ സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും മത്സരത്തിൽ 3 ഗോളുകൾ വീതമാണ് നേടിയത്. ബാഴ്സലോണയിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ 30-ാം സെക്കൻഡിൽ ഇന്റർ വരവറിയിച്ചു. ഡെൻസൽ ഡംഫ്രീസിന്റെ ക്രോസ് മികച്ചൊരു ബാക്ക് ഫ്ലിക്ക് ഫിനിഷിലൂടെ മാർക്കസ് തുറാം വലയിലെത്തിക്കുകയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് ലാമിൻ യമാൽ എന്ന 17-കാരൻ വിങ്ങറുടെ നടഞ്ഞാട്ടമാണ് കാണാനായത്. ലാമിന്റെ ഒരു ഷോട്ട് ബാറിൽ തട്ടി മടങ്ങി. 21-ാം മിനിറ്റിൽ ഒരു കോർണറിൽ നിന്ന് സെർബിയയുടെ ഹെഡർ ഡംഫ്രീസ് ആക്രോബാറ്റിക് എഫേർട്ടിലൂടെ വലയിലെത്തിച്ചു. ഇന്റർ 2 ഗോളുകൾക്ക് മുന്നിൽ. പക്ഷേ അറിയാലോ, ബാഴ്സയാണ്. 24-ാം മിനിറ്റിൽ ലാമിൻ യമാലിന്റെ അതിമനോഹരമായ ഒരു സോളോ ഗോളിലൂടെ ബാഴ്സലോണ തിരിച്ചു വന്നു. 38-ാം മിനിറ്റിൽ പെഡ്രി ബോക്സിലേക്ക് നൽകിയ ക്രോസ് റഫീഞ്ഞ ഹെഡറിലൂടെ ഫെറാന് നൽകുകയും ഫെറാൻ ടോറസ് ഫസ്റ്റ് ടച്ചിലൂടെ വന്ന് വലയിലെത്തിച്ചതോടെ ആദ്യ പകുതിയിൽ തന്നെ ബാഴ്സലോണ ഒപ്പമെത്തി. രണ്ടാം പകുതിയിൽ 63-ാം മിനിറ്റിൽ മറ്റൊരു കോർണറിൽ നിന്ന് ഡംഫ്രീസിന്റെ ഹെഡർ ഇന്ററിന് ഒരിക്കൽ കൂടി ലീഡ് നൽകി. എന്നാൽ ആ ലീഡിന് അധികം ആയുസ് ഉണ്ടായില്ല. 2 മിനിറ്റിനുള്ളിൽ ബോക്സിന് പുറത്തു നിന്നുള്ള റഫീഞ്ഞയുടെ പവർഫുൾ സ്ട്രൈക്ക് ക്രോസ് ബാറിൽ തട്ടി ഇന്റർ ഗോൾ കീപ്പർ യാൻ സോമറിൽ തട്ടി വലയിൽ കയറി. ഇതോടെ സ്കോർ 3-3. തുടർന്ന് ലാമിൻ യമാലിന്റെ ഒരു ഷോട്ട് ബാറിൽ തട്ടി മടങ്ങുകയും റഫീഞ്ഞയുടെ ഗോൾ ശ്രമം സോമർ രക്ഷപ്പെടുത്തുകയും ചെയ്തതോടെ ആദ്യപാദം സമനിലയിൽ പിരിഞ്ഞു. 2 ഗോളും അസിസ്റ്റുമായി ബാഴ്സലോണയ്ക്ക് തലവേദന സൃഷ്ടിച്ച ഡെൻസൽ ഡംഫ്രീസാണ് കളിയിലെ താരം. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 72% ബോൾ പൊസിഷൻ ബാഴ്സലോണയ്ക്കായിരുന്നു. 19 ഷോട്ടുകളാണ് ബാഴ്സലോണ ആകെ തൊടുത്തത്. 9 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 683 പാസുകൾ 90% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 7 ഷോട്ടുകൾ മാത്രമാണ് ഇന്റർ മിലാൻ തൊടുത്തത്. 3 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 271 പാസുകൾ 75% കൃത്യതയോടെ ഇന്റർ മിലാൻ പൂർത്തിയാക്കി. രണ്ടാം പാദ മത്സരം മെയ് 7-ന് സാൻ സിറോയിൽ നടക്കും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.